+1 അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ +1-ൻ്റെ സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ആസ്പെക്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റ്, കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, ഇതിനെക്കുറിച്ചാണ് നമ്മളിതിൽ സ്റ്റാർട്ടിങ് പറയുന്നത്. അതിലാണ് പ്രോബ്ലം ഉള്ളത്. ഒരുപാട് കൺസെപ്റ്റ്, ഒരുപാട് ലോസൊക്കെ നമുക്കുണ്ട് ഇത് കൂടാതെ തന്നെ. പക്ഷേ പ്രോബ്ലം വരുന്നത്, അതായത് നമുക്ക് ആനുവൽ എക്സാമിന് ഒരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് വരുന്ന ഭാഗം ഡ്യുവൽ ആസ്പെക്റ്റിലുള്ളതാണ്. അപ്പോൾ ആദ്യം ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് തന്നെ ഡ്യുവൽ ആസ്പെക്റ്റ് എന്നാൽ എന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്റ്റ്. ഇതിൽ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത് എവരി ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ബിസിനസ് ഫേമിനെ സംബന്ധിച്ച ഓരോ ട്രാൻസാക്ഷനും 2 രീതിയിൽ ബിസിനസ്സുകാരനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ്റെ കയ്യിലേക്ക് ക്യാഷ് കിട്ടും, ഒപ്പം അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് തരുന്ന ഗുഡ്സ് പോകും. എന്താ, ഒരേ സമയം ബിസിനസ് ഫേമിൽ 2 തരത്തിൽ ഓരോ ട്രാൻസാക്ഷനും അഫക്റ്റ് ചെയ്യും. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ അക്കൗണ്ടൻസിയിൽ നമ്മൾ പറയാണ് ഒരു ആസ്പെക്റ്റ് ഡെബിറ്റ് ആസ്പെക്റ്റ് ആണെന്നും മറ്റേ ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണെന്നാണ് നമ്മളതിനെ പറയാം. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്, എവരി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്ട്സ്. ഒന്ന് സ്ഥാപനത്തിനെ ഫേവറബിളായിട്ട് ബാധിക്കുന്നതായിട്ടുള്ള ആസ്പെക്റ്റും, മറ്റൊന്ന് സ്ഥാപനത്തിനെ അൺഫേവറബിളായിട്ട് ബാധിക്കുന്ന ആസ്പെക്റ്റും ഉണ്ട്. എല്ലാവരും ഫേവറബിളും എല്ലാവരും അൺഫേവറബിളും ആകണമെന്നില്ല. എന്നാൽ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാകും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാകും. ഇനി എല്ലാ അസറ്റുകളും നമ്മുടെ സ്ഥാപനത്തിന് ഡെബിറ്റ് ആയിരിക്കും. എന്നാൽ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ആയിരിക്കും. ഡെറ്റേഴ്സുകൾ എല്ലാം ഡെബിറ്റ് ആയിരിക്കും. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഫേമിലേക്ക് പണം തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഡെപ്റ്റേഴ്സ് വരുന്നത് ബിസിനസ് സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടത്തോടെ കളക്റ്റീവിൽ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെറ്റേഴ്സ്. പല വ്യക്തികളാണ്. ഈ സൺട്രി ഡെറ്റേഴ്സ് ഡെബിറ്റാണ്. എല്ലാ ലോസസും ഡെബിറ്റാണ്. എല്ലാ അസറ്റും ഡെബിറ്റാണ്, എല്ലാ ഡെപ്റ്റേഴ്സും ഡെബിറ്റാണ്, എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ്, എല്ലാ ലോസുകളും ഡെബിറ്റാണ്. എന്നാൽ എല്ലാ ഇൻകംസ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ്, ഓൾ ഗെയിൻസ്, പ്രോഫിറ്റ്, ലാബിലിറ്റീസ്, ഇതെല്ലാം എന്താണ്? ക്രെഡിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റിൽ വരുന്നത് ഓൾ ലാബിലിറ്റീസ്, ഓൾ ഇൻകംസ്, ഓൾ ക്രെഡിറ്റേഴ്സ്, ഓൾ ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ ക്രെഡിറ്റ്. ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പറഞ്ഞത്. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രകാരം അസറ്റ്, എക്സ്പെൻസ്, ഡെറ്റേഴ്സ്, ലോസുകൾ ഡെബിറ്റ് ആയിരിക്കും. എന്നാൽ ലാബിലിറ്റികൾ, ക്രെഡിറ്റേഴ്സ്, ഇൻകംസ്, പ്രോഫിറ്റ്, ഗെയിൻസ്, ഇവ എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പറയുന്നത്. ഇനി ഡ്യുവൽ ആസ്പെക്റ്റ് പ്രകാരം നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് ആ ഇക്വേഷൻ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും അസറ്റിൻ്റെ വില അവരുടെ ക്യാപിറ്റലിനും ലാബിലിറ്റിക്കും തുല്യമായിരിക്കും. അത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ പ്രൂവ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റലിനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ലാബിലിറ്റിയെയും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒരു ഇക്വേഷൻ കിട്ടിക്കാൻ നമ്മൾ അതർ പാർട്ട് ഓരോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അതിൽ നിന്ന് തന്നെ പറ്റും. അപ്പോൾ ലാബിലിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്നാണ്, ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റി എന്ന് വരും. നമുക്ക് ഈ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോബ്ലം. ആ പ്രോബ്ലം ആണ് ഈ കൊടുത്തേക്കുന്നത്. പ്രൂവ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ്
ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 30,000 രൂപ. ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 30,000 രൂപ ഉപയോഗിച്ച് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ എന്ന് പറയുമ്പോൾ ബിസിനസ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സും ബിസിനസ്മാനും രണ്ട് വ്യക്തികളാണ്. ബിസിനസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണും ബിസിനസ്മാൻ ഒരു ഒറിജിനൽ പേഴ്സണാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ബിസിനസ്സുകാരൻ പണം കൊണ്ടുവരുമ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഒന്ന് ഓർഗനൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് സമൂഹത്തിന് മുന്നിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ മുന്നിൽ ബിസിനസ്സിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്മാനും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിയമപ്രകാരം, ആ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ബിസിനസ്സിലേക്ക് ബിസിനസ്സുകാരൻ ക്യാഷ് കൊണ്ടുവരും. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ആസ്പെക്റ്റ് ക്യാഷും അടുത്ത ആസ്പെക്റ്റ് ക്യാപിറ്റലുമാണ്. ബിസിനസ് ആരംഭിക്കാൻ കൊണ്ടുവരുന്ന ക്യാഷിനെ നമ്മൾ വിളിക്കുന്നത് ക്യാപിറ്റൽ, മൂലധനം എന്നാണ് വിളിക്കുക. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് കൊണ്ട്, അസറ്റ് വരുന്നത് കൊണ്ട്, ക്യാഷ് നമ്മുടെ അസറ്റാണ്, അത് സ്ഥാപനത്തിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കും ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നാണ് വിളിക്കുക. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് കൊണ്ട് ക്യാഷ് ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ്. ക്യാപിറ്റല് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. ക്യാപിറ്റല് ബിസിനസ്സിനെ സംബന്ധിച്ച് ലാബിലിറ്റിയാണ്, ലാബിലിറ്റി ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ക്യാഷും മറ്റൊന്ന് ക്യാപിറ്റൽ. സെക്കൻഡിൽ വരുന്നത് ഓപ്പൺ ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പണം ബാങ്കിലേക്ക് പോകും. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പണം ബാങ്കിലേക്ക് പോകും. അപ്പോൾ ബാങ്കിലേക്ക് കാശ് പോകും. ബിസിനസ്സിൽ നിന്ന് പോണത് ക്യാഷ് ആണ്. ബാങ്ക് ഈസ് ദി റിസീവർ. ബാങ്ക് നമുക്ക് പണം തരാനുള്ള വ്യക്തിയാണ്, റിസീവറാണ്. റിസീവറെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റിസീവർ ആയിരിക്കും ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റിസീവർ ആയിരിക്കും. അപ്പോൾ ഡെറ്റേഴ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഡെബിറ്റ് ആണ്, ക്യാഷ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന്, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് കൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആണ്. മൂന്നാമത്തെ വരുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. ഗുഡ്സ് നമ്മൾ വാങ്ങിന ഫേമിലേക്ക് ഗുഡ്സ് വരും. ഗുഡ്സ് വരുമ്പോൾ നമ്മളതിനെ അക്കൗണ്ട് ഈക്വേഷൻ ചെയ്യാൻ സ്റ്റോക്ക് എന്നാണ് വിളിക്കുക. സ്റ്റോക്കാണ്. ബിസിനസ്സുകാരൻ വാങ്ങി വയ്ക്കുന്ന സ്ഥാപനത്തിലെ ഓരോ വസ്തുവും ഗുഡ്സും വിൽക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആൾ വാങ്ങി വയ്ക്കുക. അങ്ങനെ വാങ്ങി വയ്ക്കുന്ന വസ്തുക്കളെ, ഗുഡ്സുകളെ വിളിക്കുന്ന പേര് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ കാശ് കൊടുക്കുകയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പോകും. വരുന്ന സ്റ്റോക്ക്, സ്ഥാപനത്തിലേക്ക് വരുന്ന സ്റ്റോക്ക്, വരുന്നത് എന്തും ഡെബിറ്റാണ്. സ്റ്റോക്ക് അസെറ്റാണ്, അതുകൊണ്ട് അത് ഡെബിറ്റാണ്. സ്റ്റോക്ക് ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റുമാണ്. ക്യാഷ് ക്രെഡിറ്റ്. അടുത്തത് നാലാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് വാങ്ങിയത് കടത്തിലാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങിയത് കടത്തിലാകുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്. നമ്മൾക്ക് ക്യാഷ് കിട്ടാനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നത് ഡെപ്റ്റേഴ്സ് എന്നാണ്. അതേപോലെ നമ്മൾ കൊടുക്കാനുള്ളവരെ നമ്മൾ വിളിക്കും ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് കിട്ടാനുള്ളവർ ഡെറ്റേഴ്സും നമ്മുടെ സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് വരും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് സ്റ്റോക്ക് വരും. നമ്മൾ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളാണ്, ആളുകളാണ്. അവരെ കൂട്ടത്തോടെ നമ്മൾ വിളിക്കുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. നമ്മൾ ബിസിനസ് പണം കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കൊണ്ട് അത് ഡെബിറ്റാണ്, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റാണ്. ഫിഫ്ത്ത് വൺ പറയുന്നത്
സോൾഡ് ഗുഡ്സ് കോസ്റ്റ് ഇൻ റുപ്പീസ് 2000, സോൾഡ് അറ്റ് റുപ്പീസ് 3500. ഗുഡ്സ് നമ്മൾ വിൽക്കുക. ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് 2000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു. എന്നിട്ട് കിട്ടുന്നത് 3500 രൂപ കിട്ടും. 2000 റുപ്പീസിൻ്റെ ഗുഡ്സ് വിറ്റിട്ട് നമ്മൾക്ക് കിട്ടുന്നത് 3500 ആണ്. അപ്പോൾ ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഗുഡ്സ് പോകും, ക്യാഷ് വരും. അപ്പോൾ ക്യാഷ് വരുന്നത് കൊണ്ട് ക്യാഷ് ഡെബിറ്റും, ഗുഡ്സ് പോകുന്നത് കൊണ്ട് സ്റ്റോക്ക് ക്രെഡിറ്റുമാണ് വരിക. അപ്പോൾ അടുത്തതിൽ ഒന്ന് ക്യാഷും മറ്റൊന്ന് സ്റ്റോക്കുമാണ്. അതിൽ ക്യാഷ് ഡെബിറ്റാണ്, സ്ഥാപനത്തിലേക്ക് വരുന്നത് കൊണ്ട് ക്യാഷ് ഡെബിറ്റ്. സ്റ്റോക്ക് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് സ്റ്റോക്ക് ക്രെഡിറ്റുമാണ് വരും. 6th വൺ പറയുന്നത് സോൾഡ് ഗുഡ്സ് കോസ്റ്റ് റുപ്പീസ് 3000 ഓൺ ക്രെഡിറ്റ് അറ്റ് റുപ്പീസ് 5000. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിലാണ് ഗുഡ്സ് വിറ്റത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് പോകും. പക്ഷേ 5000 റുപ്പീസ് നമുക്ക് തരാനുണ്ട്. തരാനുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുക ഡെപ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ആസ്പെക്റ്റ് ഇവിടെ വരുന്നത് ഡെപ്റ്റേഴ്സും, നമ്മുടെ ആസ്പെക്റ്റ് എന്താ ആരാണ്? ഒന്ന് ഡെപ്റ്റേഴ്സ് വരും, അതേപോലെ മറ്റൊന്ന് എന്താണ് വരിക? സ്റ്റോക്കാണ് വരിക. സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് സ്റ്റോക്ക്. നമുക്ക് തരാനുള്ളവരാണ്, പണം നമുക്ക് തരാനുണ്ട്. തരാനുള്ളവർ നമ്മുടെ അസറ്റാണ്, പണം നമുക്ക് തരും. അപ്പോൾ ഡെപ്റ്റേഴ്സ് നമ്മുടെ അസറ്റാണ്, ഡെബിറ്റാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഡെബിറ്റാണ്, സ്റ്റോക്ക് ക്രെഡിറ്റാണ്. ഇത്രയാണ് ശരിക്കും നമുക്ക് വരിക. ഇനി അടുത്തത് റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. നമ്മുടെ ഇക്വേഷനിൽ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. അവിടെ എന്തില്ല? എക്സ്പെൻസ് ഇല്ല, ഇൻകം ഇല്ല. പക്ഷെ റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് നമ്മൾ കൊടുക്കും, അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വന്നാൽ ക്യാഷിൽ നിന്ന്, ക്യാഷ് നമ്മുടെ പോകും. റെൻറ്റ് കൊടുക്കുമ്പോൾ ക്യാഷ് പോകും. അപ്പോൾ ക്യാഷിൽ നിന്നും മൈനസ് ചെയ്യണം, ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. എക്സ്പെൻസ് വരുമ്പോൾ ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും മൈനസ് ആണ്. ഇൻകം, നേരെ ഇൻകം വരുമ്പോൾ ക്യാഷിനോടും ക്യാപിറ്റലിനോടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് വരില്ല? ഇക്വേഷൻ ചെയ്യുമ്പോൾ, അതായത് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ അവരുടെ ആസ്പെക്റ്റുകൾ ആവശ്യമില്ല. എങ്കിലും ആസ്പെക്റ്റ് പറയുമ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആസ്പെക്റ്റ് റെൻറ്റും മറ്റൊരു ആസ്പെക്റ്റ് ക്യാഷും. റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് ഈസ് എൻ എക്സ്പെൻസ്, സോ ഡെബിറ്റാണ്. ക്യാഷ് ഈസ് ഗോസ് ഔട്ടാണ്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് ക്യാഷ് ക്രെഡിറ്റ്. എന്നാൽ അതേപോലെ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ നമ്മുടെ കയ്യിൽ കിട്ടി, കമ്മീഷൻ എന്ന പേരിൽ ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കൊണ്ട് ക്യാഷ് അസറ്റാണ്, ഡെബിറ്റാണ്. കിട്ടുന്നത് കമ്മീഷൻ എന്ന പേരിലായതുകൊണ്ട് കമ്മീഷൻ ഇൻകമാണ്, ക്രെഡിറ്റാണ്. അപ്പോൾ ഇവിടെ ആസ്പെക്റ്റ് വരുന്നത് ഒന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ക്യാഷും മറ്റൊന്ന് കമ്മീഷനുമാണ്. ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കൊണ്ട് അത് ഡെബിറ്റാണ്. ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കൊണ്ട് അത് ഡെബിറ്റ്. അത് കിട്ടുന്നത് കമ്മീഷൻ എന്ന പേരിലായതുകൊണ്ട് അത് ഇൻകമാണ്, അത് ക്രെഡിറ്റാണ്. പക്ഷേ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? എക്സ്പെൻസും ഇൻകത്തിനും നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഇല്ല. പക്ഷെ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളതെന്ത് ചെയ്യണം? അത് അതിനുള്ളിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ ഞാൻ ആസ്പെക്റ്റ് എഴുതാത്തത്. ഇനി അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കോളം വരച്ചു കൊടുക്കണം. കോളം വരച്ചു കൊടുക്കുമ്പോൾ അസറ്റിൽ എത്ര എണ്ണം വേണം, എത്ര അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, എത്ര ലാബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്, അതിനു വേണ്ടിയാണ് ഈ ആസ്പെക്റ്റുകൾ നമ്മൾ ഇതേപോലെ മനസ്സിലാക്കുന്നത്. ഇതേപോലെ എഴുതി വെച്ചിട്ടല്ല, നമ്മുടെ മൈൻഡിലാണ് നമ്മളത് ക്ലിയർ ചെയ്യുക. മൈൻഡിൽ നമ്മൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ ആസ്പെക്റ്റുകൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ അസറ്റിലേക്ക് വരുന്നത് ഒരു ക്യാഷ് വരും. സെക്കൻഡിൽ അസറ്റ് വരുന്നത് ബാങ്കാണ്, ബാങ്ക് അസറ്റാണ്. ക്യാഷ് അസറ്റാണ്, ഇവിടെ ബാങ്ക് അസറ്റാണ്. ക്യാഷ് ക്രെഡിറ്റ് ആകുമ്പോൾ അസറ്റ് ഡിക്രീസ് ആണ്. നമുക്ക് റിപ്പീറ്റേഷൻ വേണ്ട, ഒരു കോളം മതി. അപ്പോൾ ക്യാഷ് ഒരെണ്ണമായി, ബാങ്കായി,
മൂന്നാമത്തതിൽ സ്റ്റോക്ക്, നമ്മുടെ കയ്യിലേക്ക് വരുന്ന സ്റ്റോക്ക് നമ്മുടെ അസെറ്റാണ്. അപ്പോൾ സ്റ്റോക്ക് അസെറ്റ്, സ്റ്റോക്ക് അസെറ്റ്. അപ്പോൾ അസെറ്റിൽ ഇപ്പം 3 കോളം വന്ന്. അടുത്തതിൽ സ്റ്റോക്ക് റിപ്പീറ്റേഷൻ ആണ്, അപ്പോൾ നമുക്ക് വേണ്ട. നെക്സ്റ്റിൽ വീണ്ടും സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ, റിപ്പീറ്റേഷൻ ആണ്. പക്ഷെ ഡെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ക്യാഷ് തരാനുള്ള ഡെറ്റേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സ് നമ്മുടെ അസെറ്റാണ്. അപ്പോൾ അസെറ്റിൽ കോളം കൊടുക്കുമ്പോൾ ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, അങ്ങനെ 4 കോളം അസെറ്റിൽ വരും. ഈക്വൽ ടു ലാബിലിറ്റിയിൽ ഒരെണ്ണമുണ്ട്, ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി, ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സും വരും, അതുപോലെ ക്യാപിറ്റലും വരും. ലാബിലിറ്റിയിൽ 2 കോളം വേണം, അസെറ്റിൽ എത്ര എണ്ണം വേണം? ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ. അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കും. അസെറ്റ് ഈക്വൽ ടു liabilities പ്ലസ് ക്യാപിറ്റൽ. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസെറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻസ് നമ്മൾ ആദ്യം എഴുതി കൊടുത്തു. ഇനി നമ്മളതിൽ വരച്ച് ചെയ്യുമ്പോൾ അസെറ്റിന് നമ്മൾ 4 കോളം പ്രൊവൈഡ് ചെയ്യും. അസെറ്റിൽ 4 കോളം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്യാഷ് പ്ലസ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് കോളം പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഡെപ്റ്റേഴ്സ്, DEBTORS, ഡെപ്റ്റേഴ്സ്. ഇനി ട്രാൻസാക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് ആണ്. സ്റ്റാർട്ടഡ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം? 30,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിലേക്ക് 30,000 രൂപ വന്നു. ബാങ്കിൽ ഒന്നും വരില്ല, സ്റ്റോക്കിൽ ഒന്നുമില്ല, ഡെറ്റേഴ്സിലും ഒന്നും വരില്ല, ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിലും ഒന്നും വരില്ല, ക്യാപിറ്റലിൽ 30,000 രൂപ വരും. ക്യാപിറ്റലിൽ 30,000 രൂപ വന്നു. രണ്ടാമത്തെ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് 10,000 രൂപയ്ക്ക് നമ്മൾ ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നത് 10,000 രൂപ കൊടുത്തിട്ടാണ്. നമ്മൾ എഴുതി ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതി. സ്ഥാപനത്തിൽ നിന്ന് 10,000 രൂപ പോകും, മൈനസ് ചെയ്യുക, പ്ലസ് ബാങ്കിലേക്ക് 10,000 രൂപ വരും, പ്ലസ് സ്റ്റോക്കിലൊന്നും വരില്ല, ഡെറ്റേഴ്സിലൊന്നും വരില്ല, ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിലൊന്നും വരില്ല, ക്യാപിറ്റലിലും ഒന്നും വരില്ല. ബാങ്കിൽ ക്യാഷിൽ നിന്ന് പോയി ബാങ്കിലേക്ക് വരും. നമുക്ക് 2 ആസ്പെക്റ്റ് ആണുള്ളത്, 2 സ്ഥലത്താണത് കാൽക്കുലേറ്റ് ചെയ്യും. നേരെ നമ്മൾ കൊടുത്ത് ഇത് ആഡ് ചെയ്തു. ഈ 30,000 ഇവിടെ വന്ന്, പ്ലസ് ക്രെഡിറ്റേഴ്സിലൊന്നുമില്ല, 0 വന്ന്, ഡെറ്റേഴ്സിൽ 0, പ്ലസ് സ്റ്റോക്കിൽ ഒന്നും വരുന്നില്ല, ബാങ്കിൽ 10,000 റുപ്പീസ് വന്ന്, ക്യാഷിൽ 20,000 റുപ്പീസ് വന്ന്, അതിന് പേര് കൊടുത്ത് നമ്മൾ ന്യൂ ഇക്വേഷൻ എന്ന് പേര് കൊടുത്ത്. ഇനി നമ്മൾ ഇത് വെച്ചാണ് ചെയ്യാം. ന്യൂ ഇക്വേഷൻ വന്ന് അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. 3,000 രൂപയ്ക്ക് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ആണ്. പർച്ചേസ് ഗുഡ്സ് 3,000 റുപ്പീസിന് ഗുഡ്സ് വാങ്ങുമ്പോൾ
3000 റുപ്പീസ് ക്യാഷിൽ നിന്ന് പോകും. ക്യാഷ് നമ്മുടെ 3000 രൂപ പോകും, 3000 പോകും, മൈനസ് കൊടുത്ത്. ബാങ്കിൽ ഒന്നും വരാത്തത് കൊണ്ട് 0 കൊടുത്ത്. സ്റ്റോക്കിൽ 3000 റുപ്പീസിൻ്റെ ഗുഡ്സ് വരും, അതുകൊണ്ട് സ്റ്റോക്കിൽ കൊടുത്ത്. എന്നാൽ ഡെറ്റേഴ്സിലൊന്നും വരില്ല, ഇവിടെ ഇല്ല ഒന്നും, ക്യാപിറ്റലിൽ ഒന്നുമില്ല. നമ്മൾ ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. 30,000 ഇവിടെ ക്യാപിറ്റൽ വന്നു, ഇവിടെ ഒന്നും വരില്ല, ഇവിടെ 0 വന്ന്, ഇവിടെ 3000 റുപ്പീസ് വന്നു, ഇവിടെ 10,000 റുപ്പീസ് വന്ന്, ഇവിടെ വരുന്നത് 17,000 റുപ്പീസ് ആണ്. കാരണം 20,000 നിന്ന് 3,000 നമ്മൾ മൈനസ് ചെയ്തു. ഇല്ല, അപ്പോൾ പർച്ചേസ് ഗുഡ്സ് വരുമ്പോൾ ഗുഡ്സ് വാങ്ങി, ഗുഡ്സ് വന്നു, സ്റ്റോക്കിൽ വന്നു, ക്യാഷിൽ പോയി. എന്നിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആണ്, ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആണ്. അപ്പോൾ മൈനസ് ചെയ്ത് കൊടുത്ത് ഇവിടെ 10,000 പ്ലസ് 0 ആയതുകൊണ്ട് നേരെ ഇറക്കി എഴുതി. ഇവിടെയും അതുപോലെ വന്ന്, ഇവിടെ ഒന്നുമില്ല, നമ്മൾ ആ 0 തന്നെ എഴുതി. ഈക്വൽ ടു, അവിടെ ക്രെഡിറ്റേഴ്സിൽ എമൗണ്ട് ഒന്നുമില്ല, ക്യാപിറ്റൽ എമൗണ്ട് വന്നു. ഇനി നമ്മൾ അടുത്തത് കൊടുക്കുന്നത് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആണ്. പർച്ചേസ് ഓൺ ക്രെഡിറ്റ് അടുത്ത വരുന്നതാണ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ് ഓൺ ക്രെഡിറ്റിൽ അതിൻ്റെ എമൗണ്ട് വരുന്നത് 4,000 റുപ്പീസ് ആണ്. പർച്ചേസ് ഓൺ ക്രെഡിറ്റിൽ 4,000 റുപ്പീസ്. അപ്പം 4,000 റുപ്പീസിൻ്റെ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും. അപ്പോൾ സ്റ്റോക്കിൽ 4,000 റുപ്പീസ് വരും. ബാങ്കിലൊന്നും വരുന്നില്ല, ക്യാഷുമായിട്ട് അവിടെ യാതൊരു റിലേഷനും ഇല്ല. അതേപോലെ തന്നെ എന്തിലില്ല? ഡെറ്റേഴ്സിലും ഒന്നും വരുന്നില്ല. ഈക്വൽ ടു ക്രെഡിറ്റേഴ്സുമായിട്ട് അവിടെ ഒരു ബന്ധമില്ല, ക്യാപിറ്റലുമായിട്ടും അവിടെ ആ ട്രാൻസാക്ഷൻ ഒരു റിലേഷനും ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ 0 കൊടുത്ത് നേരെ നമ്മൾ ആഡ് ചെയ്യാണ്. 30,000 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി, പ്ലസ് ഇവിടെ വന്ന്, ഇവിടെ എമൗണ്ട് ഒന്നുമില്ല. സോറി, പർച്ചേസിന് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് ആയപ്പോൾ നമുക്ക് ഇവിടെ വരും, അതായത് 4,000 രൂപ ക്രെഡിറ്റ് വരുമ്പോൾ ക്രെഡിറ്റേഴ്സിലാണ് 4,000 രൂപ വരിക കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്, ക്യാഷ് അല്ല. അതുകൊണ്ട് സ്റ്റോക്കിൽ 4,000 വന്നു, ക്രെഡിറ്റേഴ്സിലും 4,000 വന്നു. ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് ക്രെഡിറ്റേഴ്സിൽ 4,000 വന്നത്. ഇനി ആഡ് ചെയ്യുക. നമ്മുടെ ഡെറ്റേഴ്സിലോ എമൗണ്ട് ഇല്ല. സ്റ്റോക്ക് ഇപ്പോൾ 7,000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ബാങ്കിൽ ഇപ്പോഴും 10,000 റുപ്പീസ് അതേപടി ഉണ്ട്. ക്യാഷിൽ 17,000 ക്യാഷും ഉണ്ട്. അടുത്തത് ഇവിടെ ഈക്വൽ ടു ആണ്, തുല്യമായി പോകണം. ഓരോ ട്രാൻസാക്ഷൻസ് എഴുതുമ്പോഴും അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും തുല്യമാകണം. ഇവിടെ നോക്കിക്കോ, 17,000 പ്ലസ് 27,000 പ്ലസ് 34,000 വരുമ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റിലും ഇതേപോലെ എത്ര വരും? 34,000 തന്നെ വരും. 4,000 ക്രെഡിറ്റേഴ്സിൻ്റെ 4,000. അപ്പോൾ 34,000 ഡെബിറ്റിലും വന്ന് ക്രെഡിറ്റ് സൈഡിലും വന്ന്. നോക്കിയേ, ഇവിടെ 17,000 പ്ലസ് 27,000 പ്ലസ് 7,000 34,000 ഈക്വൽ ടു 30 പ്ലസ് 4,000 34,000 വന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് സോൾഡ് ഗുഡ്സ് ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിൽ അടുത്ത നമ്മുടെ ട്രാൻസാക്ഷൻ വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. 2,000 റുപ്പീസിൻ്റെ ഗുഡ്സ് വിറ്റത് 3,500 അപ്പോൾ നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ സ്റ്റോക്കിൽ നിന്ന് 2,000 റുപ്പീസിൻ്റെ ഗുഡ്സ് പോകും. ക്യാഷിൽ 3,500 റുപ്പീസ് വരും. 3,500 വിൽക്കുന്നത്. അപ്പോൾ 3,500 റുപ്പീസ് ക്യാഷിൽ വരും, 2,000 റുപ്പീസിൻ്റെ ഗുഡ്സ് പോകും. അവിടെ 1,500 പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കൂടുമ്പോൾ വരുന്നത് ക്യാപിറ്റലിലാണ്. ക്യാപിറ്റലിൽ 1,500 ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നേരെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഇത് 31,500 ക്യാപിറ്റലിൽ വന്നു. ഈ 4,000 മാറ്റില്ല. ഈക്വൽ ടു ഇവിടെ ഡെറ്റേഴ്സിൽ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല.
സ്റ്റോക്കിലിപ്പോൾ 2000 നമ്മൾ വിറ്റുപോയപ്പോൾ ബാക്കി ഒരു 5000 റുപ്പീസ് വന്നു. പിന്നെ ഇവിടെ വരുന്നത് 10,000 റുപ്പീസ് ബാങ്കിൽ വരുന്നുണ്ട്. 3,500 ക്യാഷിൽ നമ്മൾ പുതിയ ഗുഡ്സ് വിറ്റപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ, അപ്പോൾ നമ്മളിങ്ങനെ ക്യാഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, കയ്യിലേക്ക് വന്ന പൈസ ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. 10,000 റുപ്പീസ് നമ്മൾ ബാങ്കിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോക്കിൽ 5,000 റുപ്പീസ് ഉണ്ട്. ഡെറ്റേഴ്സിലൊന്നുമില്ല. ക്രെഡിറ്റേഴ്സിൽ 4,000 ഉണ്ട്. ക്യാപിറ്റലിൽ 31,500 ഉണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ് വരുന്നത്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അവിടെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിൽ 3,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ആണ് വിൽക്കുന്നത് 5,000-നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് വീണ്ടും 3,000 റുപ്പീസ് പോകും. സ്റ്റോക്കിൽ നിന്ന് 3,000 റുപ്പീസ് പോകും. എന്നാൽ 5,000 റുപ്പീസ് നമുക്ക് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടാനുണ്ട്. 5,000 റുപ്പീസ് ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ 2,000 രൂപ നമുക്കവിടെ പ്രോഫിറ്റാണ്. ഈ 2,000 രൂപ ക്യാപിറ്റലിൽ ആഡ് ചെയ്ത് പോകും. പ്രോഫിറ്റ് വരുന്നത് ക്യാപിറ്റലിലാണ്. അപ്പോൾ സ്റ്റോക്ക് പോകുന്നത് കൊണ്ടാണ്, വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോകുന്നത് കൊണ്ടാണ് സ്റ്റോക്കിൽ മൈനസ് വരുന്നത്. അത്രയും രൂപ നമുക്ക് തരാനുണ്ട്. കടത്തിലാണ് വാങ്ങിച്ചുകൊണ്ട് പോയേക്കണത്. അത്രയും രൂപ നമുക്ക് തരാനുള്ളത് കൊണ്ട് എവിടെ വരും? ഡെറ്റേഴ്സിൽ വരും. ഇനി ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ 0 ഇട്ട് കൊടുക്കുക. കൂട്ടാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 31,500 വന്നു. ഇവിടെ 4,000 വന്ന് ഈക്വൽ ടു 33,500. 4,000. ഇവിടെ വരുന്നത് 5,000. ഇവിടെ 2,000 റുപ്പീസിൻ്റെ ഗുഡ്സേ ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ബാങ്കിൽ 10,000 അതേ ബാങ്കിൽ തന്നെ ഉണ്ട്. പ്ലസ് ഇവിടെ വരുന്നത് 20,500 ആണ്. ഇത്രയാണ് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം വരുന്നത്. ഇവിടെ വീണ്ടും ക്യാഷ് പ്ലസ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക് ഈക്വൽ പ്ലസ് ഡെറ്റേഴ്സ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ. വീണ്ടും നമ്മൾ ഹെഡ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഹെഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ കിട്ടിയ നോക്കാം. ഇവിടെ നിന്ന് തൊട്ട് നോക്കാം. 20,500 പ്ലസ് 20,500 പ്ലസ് 10,000 പ്ലസ് സ്റ്റോക്കിൽ 2,000 പ്ലസ് ഡെറ്റേഴ്സിൽ 5,000 ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിൽ 4,000 പ്ലസ് ക്യാപിറ്റലിൽ 30,000. ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഈ ഭാഗം തൊട്ടാണ്, ഈ ഭാഗം തൊട്ട് അവിടേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഭാഗം തൊട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കേട്ടോ. ഇതിൽ ഇവിടുന്ന് തൊട്ട്, അതായത് നമ്മൾ ഇവിടുന്ന് ഭാഗം ഇല്ല, ഈ ഭാഗം ഞാൻ കളഞ്ഞിട്ട് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അടുത്ത പേജിലേക്ക് റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ മുതൽ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ 20,500 ഈ 20,500 10,000 പ്ലസ് 2,000 പ്ലസ് 5,000 ഈക്വൽ ടു 4,000 പ്ലസ് 33,500. അവിടെ വരുന്നത് 33,500 ആണ്. ഇവിടെ 33,500 വരും. 33,500. ഇനിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് റെൻറ്റ് പെയ്ഡ്. വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നതാണ് റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പെയ്ഡ് ചെയ്തത് അവർ 5,000 രൂപയുടെ റെൻ്റാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ 5,000 റുപ്പീസ് ക്യാഷിൽ നിന്ന് പോകും. ബാങ്കിൽ ഒരു മാറ്റവും വരില്ല, സ്റ്റോക്കിലും ഒരു മാറ്റം വരില്ല, ഡെറ്റേഴ്സിലും ഒരു മാറ്റം വരില്ല, ക്രെഡിറ്റേഴ്സിലും മാറ്റം വരില്ല. ക്യാപിറ്റലിൽ നിന്ന് 5,000 റുപ്പീസ് കുറയും.
നേരെ മൈനസ് ചെയ്ത് കൊടുക്കുക. 33ൽ നിന്ന് 5000 കുറയും, 28,500 വരും. ഇവിടെ ഒരു മാറ്റമില്ലാത്തതുകൊണ്ട് 4000 അതേപടി വരും. ഈക്വൽ ടു ഈ 5000 അവിടെ വന്ന് ഈ 2000 ഇറക്കിയെഴുതി, ഈ 10,000 വന്ന് 20,000 നിന്ന് 5,000 പോയപ്പോൾ 15,500 വന്നു. ഇതാണ് ന്യൂ ഇക്വേഷനാണ്. അടുത്തത് കമ്മീഷനാണ്. കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഒരു 2000 രൂപയുടെ കമ്മീഷൻ റിസീവ്ഡ് ആണ്. 2000 റുപ്പീസ് ക്യാഷിലേക്ക് വന്ന്, ഇത് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ക്യാഷിലും മൈനസ് വന്ന് ക്യാപിറ്റലിലും മൈനസ് വന്ന്. ഇത് ഇൻകം ആയതുകൊണ്ട് ക്യാഷിൽ പ്ലസ് വരും, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിലും പ്ലസ് വരും. ക്യാപിറ്റലിൽ 2000 പ്ലസ്. നമ്മൾ ന്യൂ ഇക്വേഷൻ കണ്ടുകൊടുക്കുക. കാണുമ്പോൾ ഇവിടെ വരുന്നത് 30,500 പ്ലസ് 4,000 ഈക്വൽ ടു 5,000 പ്ലസ് 2,000 പ്ലസ് 10,000 പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കുക 17,500. ഇത് 4 ആഡ് ചെയ്യുമ്പോൾ അതേ തുക തന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് എന്ന് പറയണത്. 17,500, 27,500, 29,500, 34,500 ഈക്വൽ ടു 34,500. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ അവിടെ റെൻറ്റ് പെയ്ഡ് മുതൽ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒറ്റയടിക്ക് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ സ്ഥലം പോലെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി കറക്റ്റായിട്ട് ഇവിടേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലൊക്കെ മിക്ക സ്കൂളുകളിൽ ഇങ്ങനെ വരച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാതെ തന്നെ നമ്മളിങ്ങനെ സ്പേസ് ഇട്ട് ചെയ്തേക്കണം. ശ്രദ്ധിച്ച് പോയി സ്പേസ് ഇട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ അടിയിലും കറക്റ്റായിട്ട് വന്ന് ഇങ്ങനെ വരണം. അവസാനം വരെയും അങ്ങനെ വരുന്ന രീതിയിൽ കൃത്യമായും ചെയ്തു പഠിക്കാം. ഇനി അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ കൃത്യമായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റായിട്ട് ഇത്രയും പഠിച്ചു വയ്ക്കാം. ഇതിൽ നിന്ന് ഓരോ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഈ ഹെഡിങ് കറക്റ്റായി നോക്കുക. ഹെഡിങ്ങിനാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ചെയ്യും. നമ്മളപ്പോൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഡബിൾ ആസ്പെക്റ്റ് മാത്രം. ഡ്യുവാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മാത്രം എടുത്തിട്ട് അതിൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ നമുക്ക് വരുന്നത്. പിന്നെയൊക്കെ നമുക്ക് നിയമങ്ങൾ ഓരോന്ന് ചെയ്യാനുള്ള ലോകളാണ്. അതിലപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റിൽ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്, ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ആ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ മാത്രം ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തു നോക്കിയത്. അത് ചെയ്യുന്നതിൻ്റെ മെത്തേഡുകൾ, അതെങ്ങനെയാണ് ഹെഡിങ് ഒക്കെ കൊടുക്കുന്നത്, അത് ഓരോന്നും ഏത് രീതിയിൽ ചെയ്യുന്നു. നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സെൻറ്റൻസുകൾ എടുത്തിട്ടാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ലോകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മോഡലിലുള്ള കുറേ എക്സാമ്പിൾസുകളുണ്ട്. ആ എക്സാമ്പിൾസുകളെല്ലാം കോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ അടുത്ത് തന്നെ ഇടും. അപ്പോൾ അതിൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ചാപ്റ്റർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ തരത്തിലുള്ളതും വരും. അപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ വരാറുള്ളത് 1 വേർഡ് ആയിട്ടും ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത് അതിൽ നിന്ന് അങ്ങനെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയോട് കൂടി ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ശ്രദ്ധിച്ച് ഹെഡിങ് ഒക്കെ ശ്രദ്ധിച്ച് തന്നെ നോക്കുക. ഓരോ ട്രാൻസാക്ഷൻസും വായിക്കുമ്പോൾ അതിൻ്റെ ആസ്പെക്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഏത് ഹെഡിൻ്റെ കീഴെ വരും, അത് ആഡ് ചെയ്യണമോ ലെസ് ചെയ്യണമോ എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നത് കേട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുക. ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതിനനുസരിച്ച് 4 സെൻറ്റൻസ് തന്നാൽ 4 മാർക്ക്, 3 സെൻറ്റൻസ് തന്നാൽ 3 മാർക്ക്. അത് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.